സർക്കസ് ഏത് ജംബോ സർക്കസ് അല്ല. നിസാം ബഷീർ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായ ഐ നോബഡി സിനിമയിലെ സർക്കസ് എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജു ആണ് മ്യൂസിക്കൽ. നോക്കാം വാ. ഇ ഫോർ എക്സ്പെരിമെന്റ്സ്. പിയാനോ ആണോ? പൃഥ്വിരാജ് അല്ലേ അത്? പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത്. ഓ, ഇവരുടെ പെർഫോമൻസ് വൈസ് എല്ലാം പക്ക. അതായി കുട്ടികള്, ഹക്കീമിന്റെ സുപ്രിയ മേനോൻ. ഇംഗ്ലീഷാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പൈസ എടുത്തിട്ട് പോയതിനു ശേഷം പടത്തിലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പാടാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജ് ലുക്ക്, ഖലീഫ ലുക്കിലാണ് പൃഥ്വിരാജ് ഇരിക്കുന്നത്. ഒരുപാട് റിലേറ്റീവിലായിരുന്നു കൊച്ചായിരിക്കും പാട്ട് പറയുന്നത്. ഇയാണ് പാട്ട് വരുന്നത്. ഇതാ ലുക്ക്. ആക്ച്വലി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പാട്ട് ഫസ്റ്റ് സത്യകൽപ എന്നൊരു സോങ് ഉണ്ട്. ആ സോങ്ങിന് ശേഷം ആ ഒരു സോങ് ഒരു നല്ലൊരു ടൈമിലാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ അതൊരു ബ്ലാക്ക് ഷാഡോയിലിട്ട് അങ്ങനെ ഒരു സോങ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരും. പിന്നെ ഈ പാട്ട് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ് ഈ എല്ലാവരും പൃഥ്വിരാജിനെ ഇടിക്കാനും പിടിക്കാനൊക്കെ വരുമ്പോൾ ആ ഒരു സെന്റിമെന്റൽ ടൈമിൽ പൃഥ്വിരാജ് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന ഒരു സമയത്തിലാണ് ഈ പാട്ടെന്തോ എഴുതുന്നത്. സുപ്രിയ മേനോൻ ഈ സിനിമയുടെ ഒന്നാമത്തെ പ്രൊഡ്യൂസർ കൂടെയാണ്. ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റർ റമീസ് എം.ബി, റൈറ്റർ സമീർ അബ്ദുൾ, വോക്കൽസ് അലങ്കൃത മേനോൻ പൃഥ്വിരാജ്. അലങ്കൃത മേനോൻ പൃഥ്വിരാജ്. ലിറിക്സ് പൃഥ്വിരാജിന്റെ മകളാണോ ഇത്? അതുകൊണ്ടാണ് അവര് നല്ല പുഷ് ചെയ്ത് വിട്ടത്. കൊച്ചിന് ഇംഗ്ലീഷിൽ പാടാനുള്ള കഴിവുണ്ടായിരുന്ന അത് അച്ഛന്റെ സിനിമയിൽ തന്നെ പാടാൻ കിട്ടി. ഈജം പോലത്തെ ഒരു ടൈപ്പ് പാട്ടാണ് പക്ഷേ. അത് പൃഥ്വിരാജിന്റെ മകളാണ്. അലങ്കൃത പൃഥ്വിരാജ് എന്നാണ് പേര് കിടക്കുന്നത്. ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ പാട്ട് ഒരു നോർമൽ പാട്ടാണ്. ഒരു എന്താ പറയാ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഒരു പാട്ട്. ആൻഡ് ഈ പാട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരുമ്പം ഒരു സ്ലോ മോഷൻ ഒന്നും ഇല്ലാതെ കുറച്ച് സെന്റിമെന്റും കുറച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരു സീനിലൊക്കെ വരുന്ന ഒരു പാട്ടാണിത്. ആൻഡ് ഇത് ഫുള്ള് കൊണ്ടൊന്നും തോന്നുന്നില്ല സിനിമയിൽ. അതായിരിക്കണം ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ അവർ റിലീസ് ചെയ്ത് വിട്ടത്. പക്ഷെ ആ കൊച്ചു പാടുന്നോളാം, പൃഥ്വിരാജിന്റെ മകള് പാടുന്നോളാം, നന്നായിട്ട് പാടുന്നുണ്ട്. അവരുടെ ഇംഗ്ലീഷല്ലേ ഇല്ല. പറ്റില്ല, ലിറിക്സും പൃഥ്വിരാജ് പറഞ്ഞതായിരുന്നു. Put on the stars. Nobody, അതാണ് മെയിൻ. കിങ്ഡം ഞാൻ വരുവാണ്. ഈ സീന് പൃഥ്വിരാജിന്റെ ആക്ടിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഈ പഞ്ച് കൊള്ളായിരുന്നു. ഡയറക്ടർ നിസാം ബഷീർ, മമ്മൂക്കയുടെ റോഷാഗിന്റെ ഡയറക്ടറാണ്. സർക്കസ്, ഐ നോബഡി. ആക്ച്വലി ഐ നോബഡിക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചാല് ഫസ്റ്റ് നമ്മൾ സർക്കസ് ഈ ലിറിക് വീഡിയോയെ കുറിച്ച് പറയാം.
പാട്ട് നന്നായിട്ടുണ്ട്. ഇപ്പം ജെയ്ക്സ് ബിജോയാണ് വൺ ഓഫ് ദ ഇപ്പം മലയാളത്തിലുള്ളതിൽ ഏറ്റവും പ്രൊമിസിംഗ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജോ തന്നെയാണ്. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പാട്ട് തന്നെ സജ്ജ കൽബെ ഒരു ഹിന്ദി പാട്ടാണ്, ദ സർക്കസ് ഒരു ഇംഗ്ലീഷ് പാട്ട്. ആൻഡ് ഒരു പടത്തിൽ തന്നെ ഇംഗ്ലീഷ്, ഹിന്ദി എന്തൊക്കെയാണ് ലിറിക്സ്, ഓരോ ലാംഗ്വേജിലാണ് ജെയ്ക്സ് ബിജോ പാട്ടുകളൊക്കെ റിലീസ് ചെയ്യുന്നത്. ഞാൻ പാട്ട് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ ഒരു പാട്ട്, ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു പാട്ട്. ഇത് പാടിയിരിക്കുന്നതും പൃഥ്വിരാജിന്റെ മകളാണ്. നന്നായിട്ട് തന്നെ പാടിയിട്ടുമുണ്ട്. ജെയ്ക്സ് ബിജോ ഡിഫറെന്റ് ജോണേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, അത് വിജയിക്കുന്നുമുണ്ട്. നോബഡി എന്ന സിനിമയിൽ പെർഫോമൻസ് വൈസ് പൃഥ്വിരാജ് ആവട്ടെ, പാർവതി ആവട്ടെ, ഹക്കിയമാവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് എവിടെയാണ് പാളിപ്പോയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് ഒക്കെ ആ ഒരു ത്രില്ലിങ്ങിലും ആ ഒരു എൻഗേജ്മെന്റിലും സിനിമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ എന്താണ് സിനിമ, ഇതാണ് പ്ലോട്ട്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം സിനിമ അവിടെ നിന്ന് സ്റ്റിൽ സ്റ്റക്ക് ആവുകയാണ്. എന്തോ പാളിപ്പോയി. ആ ഒരു റൈറ്റിംഗിലാവോ അതല്ലെങ്കിൽ ആ ഒരു എക്സിക്യൂഷൻ അവർ വിചാരിച്ച പോലെ വരാത്തതാണോ, എന്തോ പാളിപ്പോയിട്ടുണ്ട്. അതായത് അവർ കൊണ്ടുവരുന്ന സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വലിച്ചിഴച്ച് ലാഗ് ചെയ്യിപ്പിച്ച് ഡയലോഗ്സ് പോരാ, അനീവൻ പടം എന്തോ നീട്ടിക്കൊണ്ടുപോകുന്ന പോലെ തോന്നി. അവസാനം പിണറായി വിജയനെ CM-നെയൊക്കെ കൊണ്ടുവരുന്ന കുറച്ച് സീൻസുകളൊക്കെ ഉണ്ട്. ഒരു ആവശ്യമില്ലാതെ എന്തോ കുത്തിക്കയറ്റിയതുപോലെ. ആൻഡ് CM-ന്റെ കുറച്ച് സംസാരങ്ങളൊക്കെ വെറുതെ വലിപ്പിച്ച് ചളിപ്പിച്ച് ഒരു ആവശ്യമില്ലാത്ത കുറച്ച് സീൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ആക്ടിംഗ് വൈസും പൃഥ്വിരാജിന്റെ ആ ബോഡിയും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരുന്നു. ആ ഒരു സെക്രട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു ബാങ്കിലേക്ക് ഒരു ആവശ്യമായിട്ട് പോകുന്നു. അവിടെ ഒരു ഹീസ്റ്റ് നടക്കുന്നു. ആ ഹീസ്റ്റുമായിട്ട് ആ ഒരു വിക്ടിം ആകാൻ വേണ്ടി ആയി പൃഥ്വിരാജ് അതിലേക്ക് ഉൾപ്പെടുന്നു. പൃഥ്വിരാജിനെ കടത്തി കൊണ്ടുപോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് മരിച്ചു പോകുന്നു. പൃഥ്വിരാജിന് പൈസ കിട്ടുന്നു. ഞാൻ ഇപ്പൊ പടം പറഞ്ഞല്ലേ, അറിയാതെ വന്നുപോയി ഗൈസ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു. എങ്ങനെയാണ് പൃഥ്വിരാജ് ഈ പൈസയെ സെറ്റിലാക്കി എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് സിനിമ വരുന്നത്. ആ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കൺവിൻസിങ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് നടന്നൊന്നൊരു പിടിയില്ല. ഒരു നോർമൽ പടം തന്നെയാണ്. അതുകൊണ്ട് ഒരു വലിയൊരു ഫൈറ്റ് സീനോ അല്ലെങ്കിൽ വലിയൊരു എൻഗേജ്മെന്റ് ആയിട്ടുള്ള ഒരു സംഭവ പരിപാടികളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അതൊരു കൺവിൻസിങ് ആവണ്ടേ. ഒരു എന്തോ എന്തോ ഒരു അവസാനം ഒരു അവിയൽ പരുവത്തിലൊക്കെ കൊണ്ടുവന്ന് അവസാനമൊക്കെ ഒപ്പിച്ചെടുത്ത് അവസാനം ഇങ്ങനെ കാശ് പൃഥ്വിരാജിന്റെ കയ്യിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് പോലീസില് ഹക്കീമല്ലാതെ വേറൊരു പോലീസൊക്കെ ഉണ്ട്. 2 പോലീസും ഒരു ആവശ്യമില്ലാത്ത ഒരു പോലീസുകളാണ്. ആ ഒരു പോലീസിനെ കൊണ്ട് ഒരു ഉപയോഗം, ആ തവള പാമ്പ്, ആ ഒരു കഥ പറയുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു കഥ, അതായത് ഇവരെല്ലാവരെയും താണ്ടണം, ഇവരെല്ലാവരും നമ്മളെ തിന്നണം, അവരെല്ലാവരും അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് പറയുന്ന ഒരു രീതി. മനുഷ്യൻ എങ്ങനെയായിരിക്കും, മനുഷ്യൻ അടുത്ത സെക്കൻഡ് മാറും, പണം എങ്ങനെയായിരിക്കും, പണം വന്നാൽ ഒരു മനുഷ്യനെ എങ്ങനെ അത് ഇല്ലാതാവുകയും ചെയ്യും, നന്നാവുകയും ചെയ്യും എന്ന് കുറച്ച് ഒരു കോർ തീമുകളും സോഷ്യൽ മെസ്സേജുകളും വരുന്നുണ്ടിരുന്നാലും എവിടെയോ സെക്കൻഡ് ഹാഫിലേക്ക് പടം ഫ്ലോപ്പ് ആയെന്ന് കാണാൻ പറയാൻ. ബട്ട് പാട്ട് നന്നായിട്ടുണ്ട്. പടം ഞാൻ പ്രതീക്ഷയിലും വന്നില്ല. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നും കൂടെ മറക്കാതെ അഭിപ്രായം പറഞ്ഞേക്ക്.